CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്ന ആശങ്ക. എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ സ്ഥലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. മരത്തംകോട് അല്ലമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചു. എരമംഗലം സ്വദേശി പൂക്കയിൽ വീട്ടിൽ മുഹമ്മദ് നിഷാമിന്റെ ഭാര്യ 21 വയസ്സുള്ള സജനയുടെ കുഞ്ഞാണ് മരിച്ചത്. പരാതിയുമായി ബന്ധുക്കൾ രംഗത്ത്. ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പ് പ്രതികളുമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് തെളിവെടുപ്പിനെത്തി. ചെയർമാൻ സി രാജേഷ് പിള്ള, MD അഖിൽ ഫ്രാൻസിസ് എന്നിവരുമായാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കിഴക്കേനടയിലുള്ള സ്ഥാപനത്തിൽ തെളിവെടുപ്പിനെത്തിയത്. വിവാദങ്ങൾക്കിടയിലും സ്കൂൾ സമയം പുനഃക്രമീകരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ക്ലാസുകൾ ഇനി രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ. സംസ്ഥാന വിദ്യാഭ്യാസ ചട്ടത്തിൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ 1200 പഠന മണിക്കൂർ ലഭിക്കുന്നതിനു വേണ്ടിയാണ് 30 മിനിറ്റ് അധികമായി ദീർഘിപ്പിച്ചത്. നഗരസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് വാർഡ് വിഭജനത്തിനെതിരെ CPM ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് ഗുരുവായൂർ മുനിസിപ്പൽ തല നേതൃയോഗം. വിഷയത്തിൽ CPM നിലപാട് പരിഹാസ്യമെന്നും കോൺഗ്രസ്. വടക്കേക്കാട് പഞ്ചായത്തിലെ MCF നിർമ്മാണം എങ്ങുമെത്തിയില്ല. ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച പാഴ്വസ്തുക്കൾ മിനി MCF പരിസരങ്ങളിൽ കുമിഞ്ഞുകൂടുന്നു. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ റോഡിലെ ഹമ്പ് മറികടക്കുന്നതിനിടെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീണ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. വാഹനത്തിന്റെ പിറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന കുണ്ടന്നൂർ സ്വദേശി വിനീതയ്ക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം നഗരസഭയ്ക്ക് കിഴൂർ പകൽവീടിനു വേണ്ടി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ ചിറളയത്ത് മണിച്ചേച്ചി എന്ന ശാന്തകുമാരി നിര്യാതയായി. കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവനിൽ വിവിധ പദ്ധതികളുടെ ഭാഗമായി തെങ്ങിൻ തൈ, ചെണ്ടുമല്ലിത്തൈ, പച്ചക്കറി വിത്ത് എന്നിവയുടെ വിതരണം നടന്നു. ബാലവേല വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുന്നംകുളം ASI CV മധു ക്ലാസ് നയിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് തിരുകർമ്മങ്ങളും പായസ വിതരണവും നടന്നു. കേരളം സമൃദ്ധ കേരളം പദ്ധതിയുടെ ഭാഗമായി പൊന്നിയൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി, തെങ്ങ് തൈകളുടെ വിതരണം നടന്നു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിനെയും അഗതിയൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ചിൽഡ്രൻസ് നഗർ റോഡ് തകർന്നിട്ട് വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല. മഴ കനത്തതോടെ റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ അന്തോണീസിന്റെ 26ാം ഊട്ടുതിരുനാളാഘോഷം ഭക്തിനിർഭരമായി. യുവമോർച്ച നേതാവായിരുന്ന പെരിയമ്പലം മണികണ്ഠന്റെ 21ാം ബലിദാന ദിനം ആചരിച്ചു. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരണമടഞ്ഞവർക്ക് K. കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.